ഹലോ ഫ്രണ്ട്സ്, മംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് സൺഡേ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു സ്ട്രോങ് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ ഫ്രിഡ്ജിലിരിക്കുന്ന പച്ചക്കറികളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് നേരം അത് വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ ഇതൊക്കെ ഒന്ന് പൊയ്ക്കോളും. കീടനാശിനിയൊക്കെ നന്നായി ചേർക്കുന്നുണ്ടെന്നല്ലേ പറയണത്. അപ്പോൾ മംസ് മാജിക്കൊക്കെ കൂട്ടിയിട്ട് ഉള്ള ചായയൊക്കെ കുടിച്ചു. നല്ല ടേസ്റ്റുള്ള ബിസ്ക്കറ്റാണ് കേട്ടോ അത്. പിന്നെ പരിപ്പൊക്കെ കഴുകാൻ വെച്ചിട്ടുണ്ട്. കഴുകി കൂട്ടാൻ വെക്കാനുള്ള പരിപ്പും കായയും കൂടി കൂട്ടിയിട്ടുള്ള കൂട്ടാനാണ് വെക്കുന്നത്. അപ്പോൾ പത്തിരിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പരിപ്പും കായയും പരിപ്പ് വേവിക്കാതെയാണ് ഇതിലേക്ക് ചേർത്തത്. പരിപ്പ്, കായ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തക്കാളിയും ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കിടന്ന് വെന്തോളും. പരിപ്പ് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ വേവിക്കുമ്പോഴാണ് ഈ ഒരു കൂട്ടാന് ടേസ്റ്റ് ഉള്ളത്. ആദ്യം തന്നെ പരിപ്പ് വേവിച്ചിട്ട് നമ്മൾ കൂട്ടാൻ്റെ കഷ്ണം ചേർക്കേണ്ട കാര്യമില്ല അതിന്. ഇതിങ്ങനെ കിടന്ന് വേവുമ്പോഴാണ്, പരിപ്പ് കുറച്ചിങ്ങനെ വേവാതെ കിടക്കണം, അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ കൈപ്പങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട്, മുരിയിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോഴാണ് ആ കയ്പ്പൊക്കെ ഒന്ന് പോയി ഒന്ന് ഇതാവുള്ളൂ. വലിയ ഉള്ളി ചേർത്താൽ കൈപ്പങ്ങയ്ക്ക് വല്ലാതെ കയ്പ്പുണ്ടാവില്ല മുളക് പൊടിയൊക്കെ ചേർത്താൽ. അപ്പോൾ ഒന്ന് പത്തിരി മുട്ടക്കറിയാണെന്ന് പറഞ്ഞല്ലോ, അതിലേക്ക് നമ്മൾ ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ഉള്ളി വാട്ടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ചേർക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വല്ലാതെ ഓവറായിട്ട് മസാലപ്പൊടി ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു കുത്തലാവും മുട്ടക്കറിക്ക് വരിക. മുട്ടക്കറിയിൽ വല്ലാതെ മസാല പിടിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് മസാലയൊന്നും അതിലേക്ക് ചേർക്കരുത്. അപ്പോൾ ഭയങ്കര ഒരു കുത്തനൊരു ഇത് വരും. ആവശ്യത്തിന് കുറേശ്ശെയായിട്ട് ചേർക്കുക. തക്കാളിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ചൂട് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ച് വേവാൻ വയ്ക്കുക. നല്ലോണം തിളച്ച് തക്കാളിയൊക്കെ ഒന്ന് വെന്തതിന് ശേഷം വേണം നമ്മൾ ഈ നാളികേരം വറുത്തരച്ചത് ചേർക്കാൻ. നാളികേരം വറുക്കാൻ ചെറിയ ഉള്ളി, കരിവേപ്പിൻ്റെ ഇല, ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ലേശം പെരിഞ്ജീരകവും ചേർത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി ഒരു ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പത്തിരി ഇങ്ങനെ ഈ കവറിൽ വെച്ച് ഇങ്ങനെ പരത്തുമ്പോൾ നല്ലതുപോലെ പരന്ന് കിട്ടും. അപ്പോൾ ഇത് യൂട്യൂബിൽ നിന്ന് കിട്ടിയൊരു ട്രിക്കാണ്. അപ്പോൾ ഇപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ എനിക്ക് നല്ല ഈസിയാണ്. ആദ്യമൊക്കെ എനിക്ക് പലകയുടെ പുറത്ത് വെച്ചിട്ട് ഇതിൽ വെച്ച് പരത്തിയാലും പലകയുടെ പുറത്ത് വെച്ചിട്ട് പിന്നെയും പരത്തണം. അപ്പോൾ ഒരുപാട് ജോലിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഈസിയാണ്. അപ്പോൾ എൻ്റെ എതുക്കുട്ടനാണ് പത്തിരി ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ അവന് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കാനൊക്കെ അടുക്കളയിലേക്ക് വരും. അപ്പോൾ ചെറിയ പ്രായത്തിലൊക്കെ നമുക്ക് സഹായിക്കാനൊക്കെ ഒരു മുന്നിക്ക് വരും. അപ്പോൾ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ അവരെ ഒഴിവാക്കി വിടരുത്. അപ്പോൾ അവർക്ക് ആ ജോലിയോട് ഒരു ഇഷ്ടക്കുറവ് വരും. അപ്പോൾ എന്തൊരു ജോലിയാണ് ചെയ്യാൻ അവർ മുന്നോട്ട് വരുന്നത് എന്ന് കരുതിയാൽ അവർ വൃത്തിയായിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ അവരെ ഒഴിവാക്കി വിടരുത്. അപ്പോൾ ഒരു ജോലി ചെയ്യാനും അവർക്കൊരു താല്പര്യം ഉണ്ടാവില്ല. വീട്ടിലെ ജോലി ചെയ്യുന്നത് എന്തോ ഒരു അപരാധമാണ് എന്നുള്ള തോന്നലാവും അവരെ മനസ്സിൽ വരിക. അപ്പോൾ എന്ത് ജോലി ചെയ്യാൻ അവർ മുന്നോട്ട് വന്നാലും നമ്മളവരെ അവഗണിക്കരുത്. ആ മോൻ ചെയ്തത് നന്നായിട്ടുണ്ട്, മോള് ചെയ്തത് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുക മാത്രം ചെയ്താൽ മതി. അവർ പിന്നെ എല്ലാ കാര്യങ്ങളിലും അവർ ഇടപെടാൻ വരും. അപ്പോൾ രാവിലെ തന്നെ കോഴിക്കുട്ടികളൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഏട്ടൻ അവിടെ കാവൽ നിൽക്കുകയാണ്. അല്ലെങ്കിൽ കാക്കയോ പരുന്തൊക്കെ വന്ന് കൊണ്ടുപോകും. അപ്പോൾ 2 കോഴിയമ്മമാരുണ്ട്. അപ്പോൾ 2 കോഴിക്കും കൂടി 10 കുട്ടികളുണ്ട്. അപ്പോൾ ഒരു കോഴിക്ക് 5 കുട്ടികളുണ്ടായിരുന്നു. അതിലൊരു കുട്ടീനെ എന്തോ വന്ന് കൊണ്ടുപോയി, കാക്കയാണ് തോന്നുന്നു. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. ഇവിടെ ഇരിക്കുന്ന ഒരാൾ കണ്ടില്ലേ, കാണാനുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ കണ്ണ് പോലും കാണാനില്ല, അത്രയ്ക്കും ബ്ലാക്ക് കളറാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. കണ്ടാൽ തന്നെ പേടിയാവൂലേ, രാത്രിയൊക്കെ കണ്ടാൽ പേടിച്ചോടും. അപ്പം പിന്നെ നമ്മളെ കൈപ്പങ്ങയാണ് ഇട്ടത്, പടർന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ടക്കറിയും പത്തിരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏട്ടനും വിശക്കണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വേഗം എടുത്തു കൊടുത്തു.
ഞാൻ കഴിച്ചിട്ടില്ല. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് സൺഡേ അല്ലേ, എങ്ങനെയായാലും നേരം പോവും. അപ്പോൾ മോനവിടെ പിന്നെ മുകളിൽ ബാത്റൂമിൻ്റെ മുകളിൽ വെള്ളം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുത്തി കളയാൻ വേണ്ടി കയറിയതാണ്. മാങ്ങ ഇഞ്ചിയാണ് കേട്ടോ അത് കണ്ടത്. മാങ്ങ ഇഞ്ചി മുളച്ച് വന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ കൂട്ടാനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പരിപ്പും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് കുത്തി ഉടയ്ക്കണത്, കഷ്ണങ്ങളൊന്നും ഇങ്ങനെ കാണാൻ പാടില്ല. നന്നായി ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഈ നാളികേരും ജീരകം പച്ചമുളക് എന്നിവ കൂട്ടി അരച്ചതാണിത്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം തിളപ്പിക്കുക. കടുകും മുളകും ചെറിയ ഉള്ളിയും കൂടിയൊക്കെ കൂട്ടിയിട്ട് വറവിട്ട അടിപൊളി ടേസ്റ്റ് കറിയാണ്. എന്നും സാമ്പാറും മോരുകറിയൊക്കെ അല്ലേ ഉണ്ടാക്കാറ്. ഇതുപോലത്തെ കറികളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഇതുപോലത്തെ കറികളൊക്കെ കൊടുത്ത് ശീലിപ്പിക്കണം. അപ്പോഴേ അവർ ആ ഒരു കറിയൊക്കെ പരിചയപ്പെടുകയുള്ളൂ. പത്തിരി മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ട്, അപ്പോൾ ഞാനിത് കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു നേരമാവും സൺഡേ ഒക്കെ ആണെങ്കിൽ. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് നേരം വൈകിട്ടാവും എണീക്കൽ തന്നെ അധികം. ചില ദിവസങ്ങളിൽ നേരത്തെ നീച്ച് പണിയൊക്കെ നേരത്തെ തുടങ്ങും, ചിലപ്പോൾ ഭയങ്കര മടിയാവും. അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി ഒക്കെ ചേർത്തിട്ടാണ് ഞാനിന്ന് ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയ ഉള്ളി, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചേർത്ത് ചതയ്ക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാലയൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാവാൻ വയ്ക്കുക. അതിന് ശേഷം വെളിച്ചെണ്ണയിൽ നന്നായി ഒന്ന് വറുത്തെടുത്ത അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കനാണിത്. ഇതുപോലെ ഒന്നും ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. ചെറിയ ഉള്ളിയുടെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ ഇങ്ങനെ വരും, നല്ല ടേസ്റ്റാണ്. അധികം എണ്ണയൊന്നും ഒഴിക്കേണ്ട, കുറച്ച് നമ്മൾ മീൻ വറക്കുന്ന പോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ വറുത്തെടുത്താൽ മതി. അപ്പോൾ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്നു. അതിന് ശേഷം വൈകുന്നേരം 5 മണിയൊക്കെ ആയിട്ടുണ്ട്, 5:15. അവിലുകൊണ്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് കരുതി. ആദ്യം അവൽ കുഴച്ചാൽ അപ്പോൾ പിന്നെ മധുരമല്ലേ, അപ്പോൾ വേണ്ട ഉപ്പുമാവ് മതി പറഞ്ഞപ്പോൾ പിന്നെ അവൽ ഒരു ഇതിലിട്ടിട്ട് സ്റ്റെയിനറിലിട്ടിട്ട് ഒന്ന് പൈപ്പിൻ്റെ ചോട്ടിൽ കാട്ടിയിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി കുതിർത്തെടുക്കുക. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കുഴയ്ക്കുക, നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുക. അതിലേക്ക് വലിയ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ഫാന് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് കടുകും മുളകും ഒക്കെ വറവിട്ടിട്ട് വലിയ ഉള്ളി ചേർക്കാം. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നിട്ടുണ്ടാവുമല്ലോ എല്ലാവർക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഒരുപാട് കൂട്ടുകാർ നമ്മളെ വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ എന്നൊക്കെ കുഞ്ഞു മക്കളൊക്കെ ഒന്ന് പറയണം. ഇപ്പോൾ വലിയ ഉള്ളി നന്നായി വാടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട ചേർത്ത അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ. ഇനി ചിക്കനാണുള്ളത് വെച്ചാൽ അത് ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇട്ടിട്ട് വേവിച്ച ചിക്കനാട്ടോ പറഞ്ഞത്. വേവിച്ച ചിക്കൻ പിച്ചി ഇട്ടിട്ട് നമുക്ക് ഉപ്പുമാവിൽ ചേർത്തുണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാണ്. ഈ അവൽ ഇതിലേക്ക് ചേർത്ത് ലേശം നെയ്യും കൂടിയും ചേർക്കണം ലാസ്റ്റ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് അടപ്പുകൊണ്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് ഇതാവണം. അതിന് ശേഷം അതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് മഞ്ഞ കളറ്. നല്ലൊരു സ്ട്രോങ് ചായയും കൂടി ആയപ്പോൾ സൂപ്പറാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.